മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണമല്ലോ. അത് പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അപ്പം പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് മാരകായുധങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെ അപായപ്പെടുത്തുന്നതിന് പറ്റുന്ന രൂപത്തിൽ ആക്രമണം നടത്തുമ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്തം പോലീസ് നിർവഹിച്ചു. ഒരു ടിയർ ഗ്യാസ് പ്രയോഗവും പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ഒരു വെള്ളം ചീറ്റൽ പ്രയോഗം നടത്തുന്ന ഈ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളെ. ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതും അതേപോലെ തന്നെ വെള്ളം ചീറ്റുന്നതും ലോകത്ത് ആദ്യത്തെ സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നും. ഈ ഞങ്ങളുടെ ഈ 136 വേദികളിൽ 10,000 മുതൽ 20,000 വരെ ആൾക്കാരാണ് പങ്കെടുത്തിരിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ആൾക്കാർ മാത്രമൊന്നുമല്ല. അത് മാധ്യമങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും അവർ അതിന്റെ ഫോട്ടോയും ഒക്കെ തന്നെ വച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ സുധാകരൻ പറഞ്ഞു 23-ാം തീയതി DGP ഓഫീസിന് മുന്നിൽ വെച്ച് കാണാം. എല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു എന്താ സംഭവിക്കുമെന്ന് സംബന്ധിച്ചിടത്തോളം. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ആളാണ്. ഒരു 500 ആൾക്കാർക്ക് താഴെ പ്രത്യേക ട്രെയിൻ ചെയ്ത് പോലീസിനെ ആക്രമിക്കുവാൻ ഒക്കെ തന്നെ പ്രത്യേക ട്രെയിൻ ചെയ്ത് പല രൂപത്തിലുള്ള ആയുധങ്ങളുമായി എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ അവർ എത്തിച്ചേർന്നു എന്ന് ചോദിച്ചാൽ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിക്കണം, തിരിച്ചടിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിക്കും. അങ്ങനെയൊന്നും ഒരു സാഹചര്യം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതുവരെ ഈ വെല്ലുവിളി ഉണ്ടായിട്ടില്ല. സരിത കേസിന്റെ വളരെ സമരം നടന്ന അവസരത്തിൽ അന്ന് ഞാനും MLA ആണ്. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ഒരു സമരം ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അവസാനം ആ സമരം തീരുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമരക്കാരെ വിളിച്ചു ചേർത്താണ് ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നത്. ഇപ്പൊ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സമരങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ജനങ്ങൾ അണിനിരത്തി കൊണ്ടുള്ളതാണ്. ഇത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി നടത്തുന്ന പ്രതിഷേധമല്ലാതെ ജനങ്ങൾ വലുതായിട്ട് ഇതിനെ ഒരു പരിഗണനയും ഈ പ്രതിഷേധത്തിന് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറയുകയാണ്, ഈ പിന്നെ ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും 136 ദിവസക്കാലം സഞ്ചരിക്കുകയാണല്ലോ. സഞ്ചരിക്കുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണമല്ലോ. അത് പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അപ്പം പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് മാരകായുധങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെ അപായപ്പെടുത്തുന്നതിന് പറ്റുന്ന രൂപത്തിൽ ആക്രമണം നടത്തുമ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്തം പോലീസ് നിർവഹിച്ചു അല്ല പോലീസ് നിർവഹിച്ചു വരും. അതിലെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവര് പിന്നെ പോലീസല്ലേ കാര്യങ്ങൾ നടപടി സ്വീകരിക്കുന്നത്. പ്രതിപക്ഷം രക്ഷാപ്രവർത്തനത്തിന്റെ സ്വഭാവം മാറിപ്പോയി എന്നുള്ളതാണ്. അതൊക്കെ പ്രതിപക്ഷത്തിന് അതല്ലാതെ അത് സ്വാഗതം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും നീചമായ വാക്കുകളും ഒരു ജനാധിപത്യ മര്യാദ ഇല്ലാത്ത വാക്കുകളും പരസ്പര സ്നേഹ ബഹുമാനമില്ലാത്ത വാക്കുകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട സുധാകരനും അത് പ്രയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ ഒരു മുഖ്യമന്ത്രിക്കെതിരായി. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, കേരളത്തിൽ 2ാമത്തെ പ്രാവശ്യം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായ ആളാണ്. ഊടുവഴി കൂടെ കയറി വന്ന മുഖ്യമന്ത്രിയായ ആളല്ല. ജനങ്ങളുടെ നല്ല പിന്തുണ വാങ്ങി മുഖ്യമന്ത്രിയായ ആളാണ്. ആ മുഖ്യമന്ത്രിയായ ആളിനെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമരം നടന്നതിന്റെ അന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ടിയർ ഗ്യാസ് പ്രയോഗവും പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ഒരു വെള്ളം ചീറ്റൽ പ്രയോഗം നടത്തുന്ന ഈ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളെ. പിന്നെ ശിവാസമേനോൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ, അടികൊണ്ട് പിന്നെ വീണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഗീനാകുമാരിയെ, സത്യൻ, ജോയി,
പിന്നെ അങ്ങനെ എത്ര പേർക്കാണ് പിന്നെ പോലീസ് മർദ്ദനം UDF കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. മാധ്യമങ്ങൾ തന്നെ ഈ 23-ാം തീയതി DGP ഓഫീസിന് മുന്നിൽ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടു. ഒരു കാരണവും ഒരു പ്രകോപനവും ഇല്ലാതല്ലേ പോലീസിനെ ആക്രമിക്കപ്പെട്ടത്? അതിനെപ്പറ്റി എത്ര മാധ്യമങ്ങൾ എഴുതുന്നു? അപ്പോ അതുകൊണ്ട് ഇത് ഈ മർദ്ദനം ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതും അതേപോലെ തന്നെ വെള്ളം ചീറ്റുന്നതും ലോകത്ത് ആദ്യത്തെ സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തിപരമായിട്ട് കമ്മ്യൂണിസ്റ്റിന്